നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് കുമാരപുരം ജംഗ്ഷനിലാണ്. അപ്പൊ ഇവിടെയുള്ള V5 ഹോംസിന്റെ പേൾസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ ഈ ടോപ്പിലെ 3 ഫ്ലോറിലെ പ്രഷർ കുറവാണ്. ഈ 3 ഫ്ലോറിലായിട്ട് നമുക്ക് 25 ബാത്റൂംസ് ഉണ്ട്. അപ്പൊ ഈ 25 ബാത്റൂംസിലുള്ള ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ടാപ്പുകളെല്ലാം പ്രഷറൈസ് ചെയ്യാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കുന്നതിൽ വളരെ വ്യത്യസ്തമായ ബൂസ്റ്റർ പമ്പുകളാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്സിലും അല്ലെങ്കിൽ ഹോട്ടൽസിലും ഒക്കെ വയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 ബാത്റൂം 4 ബാത്റൂം അങ്ങനത്തെ പോയി കഴിഞ്ഞാൽ ഒരു 5 ബാത്റൂം. അപ്പൊ അങ്ങനെയുള്ള ബാത്റൂംസിലെല്ലാം നമുക്ക് സിംഗിൾ ബൂസ്റ്റർ പമ്പ്സ് മതിയാവും. എന്നാൽ നമ്മുടെ ഈ പറഞ്ഞ വലിയ ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ബാത്റൂംസ് കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ അപ്പാർട്ട്മെന്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 25 അപ്പാർട്ട്മെന്റ്സിലാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടത്. ഹോട്ടൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഒരു 50 ബാത്റൂംസ് ഒക്കെ വരും. അതുപോലെ ചിലപ്പോൾ ലൈൻസ് പോകുന്ന കുറച്ച് കൂടുതൽ ലെങ്ത് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫിറ്റിംഗ്സ്, അതായത് ആക്സസറീസ്, നമ്മുടെ ഷവർ ഐറ്റംസ്, ആക്സസറീസ്, ഡൈവേർട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്ചാർജ് കൂടിയ ടൈപ്പിലുള്ള ഷവേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഹോട്ടൽസിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സാധാരണ സിംഗിൾ ബൂസ്റ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ പമ്പ് അത്രയും ബൂസ്റ്റ് ചെയ്ത് കിട്ടത്തില്ല, എഫിഷ്യൻസി അത്രയും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്വിൻ ബൂസ്റ്റർ സിസ്റ്റം അല്ലെങ്കിൽ ഹൈഡ്രോനുമാറ്റിക് സിസ്റ്റം. അപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ക്രോംപ്ടന്റെ ട്വിൻ ബൂസ്റ്റർ സിസ്റ്റം ആണ്. അപ്പൊ എന്താ ട്വിൻ ബൂസ്റ്റർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2 പമ്പ് ഉണ്ടാവും, ഒരു വർക്കിംഗ് ആൻഡ് സ്റ്റാൻഡ് ബൈ അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത് കാസ്കേഡ് പോലെ 2 പമ്പും ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ പറഞ്ഞ ട്വിൻ ബൂസ്റ്റർ സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പമ്പ് ഉണ്ടാവും, ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ പാനൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതൊരു പ്രഷർ വെസൽ ഉണ്ടാവും. അപ്പൊ നോർമലി നമ്മൾ ചെറിയ ബൂസ്റ്ററിലൊക്കെ വയ്ക്കുന്ന 24-ലാണെങ്കിൽ ഇതിൽ വയ്ക്കുന്നത് ഒരു 100 ലിറ്ററിന്റെ ടാങ്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ഇഞ്ചിന്റെ ഇൻപുട്ട് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതിനൊരു 2 ഇഞ്ച് ഔട്ട്ലെറ്റ് ലൈൻ ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ ഗേജസ് ഉണ്ട്, അതുപോലെ ഇതിന്റെ പ്രഷർ സെൻസിങ് സ്വിച്ച് ഉണ്ട്. ഇതൊരു ട്രാൻസ്ഡ്യൂസർ ടൈപ്പ് ഡിജിറ്റൽ സ്വിച്ച് ആണ്. ഇത് നമ്മുടെ പാനൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പാനലാണ്. നമ്മൾ പ്രഷർ എല്ലാം സെറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ ആയിട്ടാണ് നമ്മൾ പ്രഷർ സെറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മുടെ അല്ലാത്ത നോർമൽ ടൈപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ഒരു വൈറ്റ് കളർ ബോക്സ് ഡാൻഫോസിന്റെ ചെറിയൊരു സ്വിച്ച് വരുന്നതായിരിക്കാം. എന്നാൽ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിലെല്ലാം തന്നെ ഈ ട്രാൻസ്ഡ്യൂസർ ടൈപ്പ് ആയിട്ടുള്ള സ്വിച്ചുകളാണ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചേക്കുന്നത് 1 HP 2 പമ്പാണ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു പമ്പിന് നമുക്ക് ഒരു 4 ബാർ വരെ പ്രഷർ ചെയ്യാൻ പറ്റും. 2 പമ്പ് കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 8 ബാർ വരെ നമുക്ക് ഇതിനകത്ത് പ്രഷർ കിട്ടും. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് മാക്സിമം പ്രഷർ 4 ബാറും മിനിമം പ്രഷർ നമ്മൾ 2 ബാറുമാണ് സെറ്റ് ചെയ്യുന്നത്. മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് പമ്പ് വർക്ക് ചെയ്ത് മാക്സിമം 4 ബാർ എത്തുമ്പോഴത്തേക്കും പമ്പ് കട്ട് ഓഫ് ആവും. മിനിമം പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ നമ്മൾ ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം റിലീസായി പ്രഷർ 2 ബാർ എത്തുമ്പോഴത്തേക്കും പമ്പ് വീണ്ടും ഓൺ ആവുകയും ചെയ്യും. അതാണ് മിനിമം പ്രഷർ. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ പമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 2 പമ്പും വർക്ക് ചെയ്യും, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 4 ബാർ പ്രഷറാണ് നമ്മൾ മാക്സിമം ബാർ പ്രഷർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴാണോ 4 ബാർ എത്തുന്നത് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് പോകും. ഫുള്ളി ചാർജ് ആയതിനു ശേഷം ഇപ്പൊ നമുക്ക് ഒരു 5 6 അല്ലെങ്കിൽ കുറച്ച് ബാത്റൂംസ് യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ 2 പമ്പ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വന്നിട്ട് ഈ ഒരൊറ്റ പമ്പായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് ആ പമ്പ് തന്നെ പ്രഷർ 4 ബാറിൽ എത്തിച്ചിട്ട് നമ്മൾ സിസ്റ്റം കട്ട് ഓഫ് ആയി നിൽക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റന്റിൽ വർക്ക് ചെയ്യാൻ പോകുന്ന പമ്പ് നമ്പർ 2 ആണ്. അപ്പൊ അതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റർചേഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമിൽ ആദ്യത്തെ ഒരു പമ്പ് വർക്ക് ചെയ്യും, സെക്കൻഡ് ടൈമിൽ രണ്ടാമത്തെ പമ്പ് വർക്ക് ചെയ്യും. ഇനി എപ്പോഴെങ്കിലും എല്ലാ ബാത്റൂംസും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാണ്, ഫുള്ളി ഓക്യുപ്പൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പമ്പിനെ വെച്ചിട്ട് നമുക്കിത് ഫുൾ ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഈ 2 പമ്പും കൂടെ ചേർന്നിട്ട് ഇത് വർക്ക് ചെയ്യും, ആ റിക്വയർമെന്റ് പ്രഷർ മീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ കാസ്കേഡ് സിസ്റ്റം എന്ന് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പാനലാണ്. ശരിക്കും ഈ സിസ്റ്റം എന്ന് പറയുന്നത് ക്രോംപ്ടന് ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിസ്റ്റം ഇല്ല. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് പ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ പമ്പിന്റെ ഇൻസ്റ്റാളേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന്റെ പൈപ്പ് ലൈൻസ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ASTM പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഇഞ്ചിന്റെ പൈപ്പാണ് ഇതിന്റെ സക്ഷനും അതുപോലെ തന്നെ ഡെലിവറിയും. നമ്മൾ ഈ ബൂസ്റ്റർ പമ്പ് ഏത് ചെയ്താലും തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പായിട്ട് നമ്മൾ ബൈപ്പാസ് ലൈൻ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ചിന്റെ സ്പ്രിംഗ് ടൈപ്പ് NRV ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് ബൈപ്പാസ് ആവും. സപ്പോസ് എന്തെങ്കിലും രീതിയിൽ പവർ സപ്ലൈ ഫെയിൽ ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പമ്പ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ബൈപ്പാസിൽ കൂടെ നോർമൽ ഫോഴ്സിലുള്ള വെള്ളം നമുക്ക് കിട്ടും. ബൈപ്പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
വളരെയധികം ബുദ്ധിമുട്ടും ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ബൈപ്പാസ് ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ പാനൽ ഓൺ ചെയ്യുകയാണ്. പാനൽ ഓൺ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മുടെ ഡിജിറ്റലില് ഇതിന്റെ പവർ ഓൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ചാനൽ നമ്പർ 1, അതായത് പമ്പ് നമ്പർ ഇപ്പോൾ ഓൺ ആയി. പമ്പ് നമ്പർ 1 ഓൺ ആകുമ്പോഴത്തേക്കും പ്രഷർ ഇതിപ്പോ മീറ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ബാർ ആണ് മിനിമം പ്രഷർ, മാക്സിമം 4 ബാർ. മിനിമം പ്രഷർ 2 ബാർ, മാക്സിമം പ്രഷർ 4 ബാർ. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ചാനൽ നമ്പർ 2 കൂടെ ഓൺ ആയിട്ടുണ്ട്. കാരണം ആ സിംഗിൾ പമ്പിനോണ്ട് തന്നെ ഫുൾ പ്രഷർ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സെക്കൻഡ് പമ്പ് കൂടെ അസിസ്റ്റന്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ കറണ്ട് പ്രഷർ എന്ന് പറയുന്നത് 0.4 ബാർ ആണ്. ഇപ്പൊ ഇത് കാസ്കേഡിംഗ് മോഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈം വർക്ക് ചെയ്തെന്നൊക്കെ അറിയാൻ പറ്റും. എത്ര അവേഴ്സ് ഇത് വർക്ക് ചെയ്തു, എത്ര വോൾട്ടേജ് ഉണ്ട്, അതുപോലെ എത്രയാണ് ഇതിന്റെ കറണ്ട്, ഇപ്പൊ സിസ്റ്റം എടുക്കുന്ന കറണ്ട് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഇവിടെ ഇത് സെറ്റിംഗ്സ് ആണ്. നമുക്ക് എത്ര പ്രഷർ വേണം, എത്രയാണ് നമുക്ക് മാക്സിമം പ്രഷർ, എത്രയാണ് മിനിമം പ്രഷർ വേണം സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡിജിറ്റൽ സെറ്റിംഗ്സിലാണ്. റീസെറ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം എല്ലാം നേരെ റീസെറ്റ് ആവും. അപ്പോൾ പിന്നെ നമ്മുടെ റിക്വയർമെന്റ് പ്രകാരം നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമ്മളിവിടെ പ്രഷർ സെറ്റ് ചെയ്യണം. ഓക്കെ, എത്രയാണ് മിനിമം പ്രഷർ ഉണ്ട്, മാക്സിമം പ്രഷർ ഉണ്ട്, അത് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യണം. അതിനകത്ത് ഞാൻ മിനിമം പ്രഷർ എന്ന് പറയുന്നത് 2 ബാർ ആണ് പ്രഷർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മിനിമം പ്രഷർ ഞാൻ 2 ബാർ സെറ്റ് ചെയ്തു, മാക്സിമം പ്രഷർ വന്നിട്ട് 4 ബാർ സെറ്റ് ചെയ്തു. അപ്പൊ ഇത് 2 ബാറിലാവുമ്പോഴത്തേക്കും പമ്പ് വർക്ക് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മിനിമം പ്രഷർ നമുക്ക് 2 ബാർ ആണ്. 2 ബാർ ആകുമ്പോഴത്തേക്കും പമ്പ് സ്റ്റാർട്ട് ആവുകയും മാക്സിമം ബാർ വന്നിട്ട് 4 ബാർ ആണ്. 4 ബാർ ആകുമ്പോൾ കട്ട് ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ 2 സെറ്റിംഗ്സ് ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വർക്ക് നമുക്ക് സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റി. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോ ഇന്ന് നമ്മൾ കണ്ട ഈ ഹൈഡ്രോമാറ്റിക് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ട്വിൻ ബൂസ്റ്റർ സിസ്റ്റത്തിന്റെ ഫുൾ യൂണിറ്റ് നമുക്ക് വർക്കായിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇല്ല പമ്പ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടും. അതേപോലെ അതിന്റെ സ്പേസ് ആയിട്ടുള്ള നമ്മുടെ പമ്പ്സ്, അതുപോലെ അതിന്റെ കൺട്രോൾ യൂണിറ്റ്, അതുപോലെ ടാങ്ക്സ് വന്നിട്ട് ഇപ്പൊ 2 ലിറ്റർ മുതൽ 100 ലിറ്ററോ അല്ലെങ്കിൽ 500 ലിറ്റർ വരെയുള്ള ടാങ്ക് സ്പെയർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ആക്സസറീസ്, കൺട്രോൾ സ്വിച്ചസോ ഇതെല്ലാം തന്നെ നമുക്ക് M&S എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ പമ്പിനെ പറ്റിയും അതുപോലെ ഇങ്ങനത്തെ വർക്ക്സിനെ പറ്റിയും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റുകളായിട്ട് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.